വചന പഠനത്തിനായിട്ട് ദൈവവചനത്തിലേക്ക് വരാം. ദൈവസന്നിധിയിൽ നമുക്കിരിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: ഇങ്ങനെ പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നു എന്ന് കാണിക്കുന്നു. അവർ വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇടയുണ്ടായിരുന്നുവല്ലോ. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. 16-ാമത്തെ വാക്യത്തിൽ അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. വളരെ പ്രശസ്തമായ ഒരു അധ്യായമാണ് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 11-ാമത്തെ അധ്യായം. വിശ്വാസം എന്താണ് എന്നും ഈ വിശ്വാസത്തിൻ്റെ വഴിയിൽ സഞ്ചരിച്ചതായിട്ടുള്ള അനേക ഭക്തന്മാർ അവർ വിശ്വാസത്തിൻ്റെ ഫലമായിട്ട് അവരുടെ ജീവിതത്തിൽ കഴിച്ചതായിട്ടുള്ള ജീവിതത്തെക്കുറിച്ചും ചുരുക്കമായി പ്രതിപാദിച്ചിരിക്കുന്നതായിട്ടുള്ളൊരു അധ്യായമാണ്. അപ്പോൾ ഈ വിശ്വാസ വീരന്മാരെ കുറിച്ചുള്ള ലേഖനകാരൻ്റെ വിവരണത്തിൽ ലേഖനകാരൻ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ളൊരു വാക്കാണ്: അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. ഈ വാക്യത്തിന് മുൻപും അതിനുശേഷവും ധാരാളം വിശ്വാസികളെ പേരെടുത്ത് പറഞ്ഞ് അവരെക്കുറിച്ച് ചെറിയ ഒരു വിശദീകരണം ലേഖനകാരൻ നടത്തിയിട്ടുണ്ട്. ഇവരെ എല്ലാവരെക്കുറിച്ചും ലേഖനകാരന് പറയുവാനായിട്ടുള്ളത് അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു എന്നാണ്. അപ്പോൾ ദൈവത്തിൽ ആശവച്ച്, ദൈവത്തിൽ പ്രത്യാശിച്ച് കർത്താവിൻ്റെ ദൈവത്തെ പിന്തുടർന്നതായിട്ടുള്ള ആളുകളെക്കുറിച്ച് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്ത് അവരെക്കുറിച്ച് ദൈവവചനം പറയുന്നതായിട്ടുള്ളൊരു സാക്ഷ്യമാണ്. എന്താണ്? അവർ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുവാനായിട്ട് ഇടയായത് എന്ന് നാം ആലോചിച്ചാൽ, ഇവർ ഈ ഭൂമിയിൽ കടന്നുപോയതായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളൊന്നും അവർക്ക് അനുകൂലമായിരുന്നില്ല. അതൊക്കെ അവർക്ക് പലപ്പോഴും പ്രതികൂലമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ പ്രതികൂലമായിട്ടുള്ള ഈ ലോകത്തിലെ ജീവിത സാഹചര്യങ്ങളെ അവര് പിന്മാറിപ്പോകാതെ, അവർ വിട്ടുപോകുന്നതിലേക്ക് തിരിച്ചു പോകാതെ, അവരാ കഷ്ടതയുടെയും വേദനയുടെയും വഴിയിലൂടെ മുമ്പോട്ട് പോകുവാനായിട്ടുള്ള കാരണമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ അവരെ കാംക്ഷിച്ചു എന്നുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് എന്ന് ചുരുക്കത്തിൽ നമുക്ക് ചില ആളുകളുടെ ചില കാര്യങ്ങളെ കുറിച്ച് നമുക്ക് വായിക്കാം. 11-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കയീന്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തില് ഹാബേലിന്റെയും കയീനിന്റെയും യാഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഹാബേലിലെ യാഗത്തിലും ദൈവം പ്രസാദിച്ചുവെന്നും കയീന്റെയും അവന്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചുമില്ല എന്നും നമ്മൾ വായിക്കുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് കയീന്റെ യാഗത്തിൽ പ്രസാദിക്കാതിരുന്നതെന്നും അതുപോലെ ഹാബേലിന്റെ യാഗത്തിൽ പ്രസാദിച്ചതെന്നും അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടില്ല. എന്നാൽ അത് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ഹാബേലിന്റെ വിശ്വാസമാണ്. ദൈവസന്നിധിയിൽ യാഗം അർപ്പിക്കുവാനായിട്ട് വന്ന ഹാബേലും കയീനും അവരുടെ വിശ്വാസത്തിന്റെ തലം വ്യത്യസ്തമായതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അവരുടെ യാഗം ദൈവസന്നിധിയിൽ ഒരാളുടെ സ്വീകരിക്കപ്പെടുകയും മറ്റൊരാളുടെ തള്ളപ്പെടുകയും ചെയ്തത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ദൈവം നമ്മെ സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളെ സ്വീകരിക്കുന്നത്, അത് നമ്മുടെ ജീവിതത്തിലെ ദൈവത്തോടുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ്
നമ്മുടെ പ്രവർത്തനത്തെ ദൈവം അംഗീകരിക്കുന്നുവോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ളതായിട്ടുള്ള കാര്യം. ഈ 16-ാമത്തെ വാക്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിൽ, ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല, അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. അപ്പോൾ ഈ ലോകത്തിലെ കാര്യങ്ങളെയും കഷ്ടങ്ങളെയും വേദനകളെയും ഒക്കെ അവഗണിച്ച് കർത്താവ് ഒരുക്കിയിരിക്കുന്ന സ്വർഗീയമായ ഒരു ശ്രേഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മുമ്പോട്ട് പോകുന്നതായിട്ടുള്ള ആളുകളെ കുറിച്ച് കർത്താവ് പറയുന്നത്, വചനം പറയുന്നത്, ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കുവാൻ ലജ്ജിച്ചില്ല. എന്തുകൊണ്ട്? അവര് ഈ ലോകത്തിലുള്ളതിനെ ഒന്നുമല്ല, മറിച്ച് വരുവാനുള്ളതിനെ, ശ്രേഷ്ഠമായതിനെ, സ്വർഗീയമായതിനെ ഏറ്റവും അധികം കാംക്ഷിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഹാബേലിന്റെ യാഗത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഹാബേലിൽ ദൈവം പ്രസാദിക്കുവാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്, ഹാബേൽ ദൈവത്തിൽ വിശ്വസിച്ചു എന്നുള്ളതുകൊണ്ടാണ്. കയീൻ ദൈവത്തിൽ വിശ്വസിച്ചില്ല. ദൈവത്തിലുള്ള യഥാർത്ഥത്തിലുള്ള വിശ്വാസം ഇല്ലാതെ തന്നെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇടപെടുവാനായിട്ട് കഴിയും, യാഗമർപ്പിക്കുവാനായിട്ട് കഴിയും, സഭായോഗങ്ങൾക്ക് പോകാനായിട്ട് കഴിയും, പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയും, അങ്ങനെ എല്ലാ പ്രവർത്തനങ്ങളും നമുക്ക് ചെയ്യുവാനായിട്ട് കഴിയും എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മളുടെ വിശ്വാസം, അപ്പോൾ വിശ്വാസം എന്താണ് എന്നുള്ളതായ ഒരു ചോദ്യവും അവിടെ ഉദിക്കുന്നുണ്ട്. എന്താണ് വിശ്വാസം? 11-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത് തന്നെ എന്താണ് വിശ്വാസം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു വിശ്വാസം എന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ അധ്യായം ആരംഭിക്കുന്നത്. അപ്പോൾ ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. എന്താണ് നമ്മളുടെ ആശ? എന്താണ് ഈ കാണാത്ത കാര്യങ്ങൾ? നമുക്കറിയാം, ഈ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്കൊരു പക്ഷേ കാണാവുന്നതാണ്, അല്ലേ? ഈ ലോകത്തിലുള്ളതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ കാണാത്തതായിട്ടുള്ള ചില കാര്യങ്ങൾ ലഭിക്കുമെന്നുള്ളതായ ഉറപ്പാണ് യഥാർത്ഥത്തിൽ വിശ്വാസം എന്ന് പറയുന്നത്. പക്ഷേ പലപ്പോഴും വിശ്വാസം എന്ന് പറഞ്ഞാൽ കാണുന്ന കാര്യങ്ങൾ, ഈ ലോകത്തിൽ നമുക്ക് ദൃശ്യമായിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ ലഭിക്കുമെന്നുള്ളതിനെ സംബന്ധിച്ച ഉറപ്പാണ് വിശ്വാസം എന്നുള്ള തെറ്റായിട്ടുള്ള ധാരണ ഇന്ന് ക്രിസ്തീയ ലോകത്തിൽ ഉടനീളം ഉണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കാണാത്ത കാര്യങ്ങൾ, കൊരിന്ത്യലേഖനത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ദൈവം തൻ്റെ മക്കൾക്ക് ഒരുക്കിയിരിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. അതായത് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ അവന് ആഗ്രഹിക്കാനോ അല്ലെങ്കിൽ അവന് ഗണിക്കാനോ ചിന്തിക്കാനോ കഴിയുന്നതിനപ്പുറമുള്ളതായ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ് ദൈവം ഒരുക്കിയിരിക്കുന്നത്. അതിനോടുള്ള ആശയാണ്, ആ കാര്യത്തിലുള്ള വിശ്വാസമാണ് യഥാർത്ഥത്തിൽ ബൈബിളിലെ ദൈവവിശ്വാസം എന്ന് പറയുന്നത്. പക്ഷെ പലപ്പോഴും ഈ ലോകത്തിലെ എല്ലാ മതങ്ങളിലും ഉള്ളതായിട്ടുള്ള ദൈവവിശ്വാസം എന്താണെന്നറിയാമോ? എന്താണ് വിശ്വാസം? ഈ ലോകത്തിൽ കാണുന്ന കാര്യങ്ങൾ അതൊക്കെ എനിക്ക് കിട്ടും എന്നുള്ള വിശ്വാസം, അതിനുവേണ്ടിയുള്ള ആഗ്രഹവും അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനയും, അതാണ് യഥാർത്ഥത്തിൽ ലോകത്തിൽ ദൈവവിശ്വാസം കൊണ്ട് ആളുകൾ ആഗ്രഹിക്കുന്നതും ദൈവവിശ്വാസം എന്നവർ പറയുന്നത്. എന്നാൽ ക്രിസ്തീയ മാർഗത്തിന്റെ മാത്രം പ്രത്യേകതയാണ് എന്ത്? ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല, ലോകത്തെ അലക്ഷ്യമാക്കിയതായിട്ടുള്ള ആളുകളുടെ ഒരു പട്ടികയാണ് ഈ 11-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്തൊക്കെയാണ്? അപ്പം ഹാബേലിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. നോഹയെ കുറിച്ച് വീണ്ടും പറയുന്നുണ്ട്. നോഹയെ കുറിച്ച് എന്താണ് പറയുന്നത്? 7-ാമത്തെ വാക്യത്തിൽ, വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ടൊരു പെട്ടകം തീർത്തു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, മഴ എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ല, അതിനു മുമ്പുണ്ടായിരുന്നില്ല. ആദ്യമായിട്ടാണ് മഴ പെയ്യാൻ പോകുന്നത്. അപ്പൊ കർത്താവ് ദൈവം പറഞ്ഞു, ഒരു മഴ പെയ്യും, വെള്ളപ്പൊക്കം ഉണ്ടാകും, അതുകൊണ്ട് എന്ത് ചെയ്യണം? ഒരു പെട്ടകം ഉണ്ടാകണം നിന്റെയും നിന്റെ കുടുംബത്തിന്റെയും രക്ഷയ്ക്ക്. നോഹ പെട്ടകം ഉണ്ടാക്കാനായിട്ട് ആരംഭിച്ചു. എത്ര വർഷമെടുത്തു? 120 വർഷത്തോളം പെട്ടകം ഉണ്ടാക്കുവാനായിട്ട് എടുത്തു, അല്ലേ? ശരിയല്ലേ? 120 വർഷം നീതിപ്രസംഗിയായിരുന്നു എന്ന്
നോഹയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഈ വർഷങ്ങളിലെല്ലാം ലോകത്തിലെ സകല മൃഗങ്ങളിലും അതുപോലെ തന്നെ എല്ലാ പക്ഷിജാതികളിലും എല്ലാത്തിൽ നിന്നും ആളുകളെ ഈ 2 വീതം എടുത്ത് അങ്ങനെ ഒരു ദൈവികമായിട്ടുള്ള ഒരു ക്രമീകരണത്തിന് വേണ്ടി നോഹ ആരംഭിച്ചപ്പോൾ എന്താണ് ഒരു പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ പറഞ്ഞത്? എന്താ പറഞ്ഞത്? വട്ടൻ അല്ലേ, ഇവനെന്തോ ഭ്രാന്ത് പിടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടാവും. എല്ലാവരും തന്നെ വിമർശിക്കുകയും ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവും. എന്നാൽ നോഹ എന്ത് ചെയ്തു? നോഹ പ്രസംഗിച്ചു, ദിവസവും പ്രസംഗിച്ചു. എന്താ പ്രസംഗിച്ചേ? ഒരു വെള്ളപ്പൊക്കം വരുന്നുണ്ട്, മാനസാന്തരപ്പെടണം, മാനസാന്തരപ്പെടുന്ന ആളുകൾക്ക് ഇതിനകത്ത് കയറാം, അതുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെടണമെന്ന് പ്രസംഗിച്ചുകൊണ്ടേയിരുന്നു നോഹ. എന്നാൽ ആരും അത് കേട്ടില്ല, എല്ലാവരും കളിയാക്കി എന്ന് നമുക്ക് കാണാം. എന്നാൽ നോഹയെ സംബന്ധിച്ചിടത്തോളം ഉള്ളതായിട്ടുള്ള കാര്യം എന്താണ്? തൻ്റെ ഹൃദയത്തിൽ ഒന്ന് താൻ വിചാരിച്ചു, എന്താണ്? തൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ദൈവം ഒരു കാര്യം പറഞ്ഞു, അത് അങ്ങനെ തന്നെ സംഭവിക്കും. അതുകൊണ്ട് മനുഷ്യരുടേതായിട്ടുള്ള യാതൊരു കാര്യങ്ങളും തന്നെ ബാധിച്ചില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പിന്നെ വീണ്ടും എബ്രഹാമിനെ കുറിച്ച് പറയുന്നുണ്ട്. 11-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തില്, വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. നമ്മളോട് ആരെങ്കിലും രാവിലെ എഴുന്നേറ്റ് അങ്ങോട്ട് കിഴക്കോട്ട് പൊക്കോളാൻ പറഞ്ഞ് നമ്മൾ ആരെങ്കിലും പോവോ? അല്ലെങ്കിൽ പടിഞ്ഞാറോട്ട് പൊക്കോളാൻ പറഞ്ഞ പോവോ? അപ്പോഴും പറയും, ഈ പറഞ്ഞ ആൾക്ക് എന്തോ കുഴപ്പമുണ്ട്. ഇനി അത് കേട്ട ഒരാള് പടിഞ്ഞാറോട്ട് പോകാൻ തുടങ്ങിയാൽ ആ പോകുന്ന ആൾക്കും എന്തോ കുഴപ്പമുണ്ടല്ലേ? മനുഷ്യന്റെ ബുദ്ധിയിൽ പറഞ്ഞ ആൾക്കും കേട്ട ആൾക്കും എന്തോ കുഴപ്പമുണ്ട് എന്ന് മാത്രമേ ചിന്തിക്കാനായിട്ട് കഴിയുള്ളൂ. എന്നാൽ ദൈവം ആണ് വിളിച്ചിരിക്കുന്നതെങ്കിൽ, ആ ദൈവത്തിലാണ് എൻ്റെ വിശ്വാസമെങ്കിൽ, എനിക്ക് ആ വിളിയെ സംബന്ധിച്ചുള്ളതായിട്ടുള്ള ഉറപ്പുണ്ടെങ്കിൽ പിന്നെ സംശയത്തിൻ്റെ യാതൊരു ആവശ്യവുമില്ല. 2 കാര്യങ്ങൾ നമ്മൾ ഉറപ്പാക്കണം. ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല എന്ന് നമ്മൾ ഇതേ അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ദൈവത്തിലുള്ള വിശ്വാസവും ആ ദൈവമാണ് എന്നെ വിളിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു ഉറപ്പുമുണ്ടെങ്കിൽ യാതൊന്നിനെക്കുറിച്ചും ഭയപ്പെടുവാനായിട്ട് ആവശ്യമില്ല. വിളിച്ച ദൈവം വിശ്വസ്തൻ എന്ന് വിശ്വസിക്കുന്നതായിട്ടുള്ള ഒരാള് അവിടെ പറയും, അല്ലെങ്കിൽ അവന്റെ പ്രവൃത്തിയിലൂടെ അത് കാണിക്കും എന്ന് നമുക്കറിയാം. അത് മാത്രമല്ല, അങ്ങനെ എബ്രഹാം പുറപ്പെട്ടു. കനാൻ ദേശത്തെത്തി. ദൈവം പറഞ്ഞു, ഈ ദേശം നിനക്ക് ഞാൻ തരാൻ പോവുകയാണ്. അപ്പോൾ എബ്രഹാം എന്താ ചെയ്തത്? എന്നാൽ ഇവിടെ അങ്ങോട്ട് നല്ലൊരു വീടുമൊക്കെ പണിത് ഇവിടെ അങ്ങ് ജീവിക്കാമെന്നാണോ എബ്രഹാം വിചാരിച്ചേ? എബ്രഹാം എന്താ വിചാരിച്ചേ? 9-ാമത്തെ വാക്യത്തിൽ, വിശ്വാസത്തിൽ അവൻ വാഗ്ദത്ത ദേശത്ത്. അപ്പോൾ എബ്രഹാമിനും സന്തതി പരമ്പരകൾക്കും വാഗ്ദത്തം ചെയ്തതായ കനാൻ ദേശത്ത് അവരെത്തി. പക്ഷെ അവിടെയും അതല്ല സാക്ഷാലുള്ള വാഗ്ദത്ത ദേശം എന്ന് മനസ്സിലാക്കിയതായിട്ടുള്ള എബ്രഹാം എന്ത് ചെയ്തു? എബ്രഹാം വിശ്വാസത്തിൽ അവൻ വാഗ്ദത്ത ദേശത്ത്, ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. പ്രിയമുള്ളവരെ, വാഗ്ദത്ത ദേശത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി എന്താ? അവിടെ അങ്ങ് സെറ്റിൽ ചെയ്യുക എന്നുള്ളതല്ലേ? പക്ഷെ ദൈവം അബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്തം എന്തായിരുന്നു അറിയാവോ? ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാകും, നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും സമുദ്രതീരത്തെ മണൽത്തരി പോലെയും വലിയ പെരുപ്പമുള്ള ഒരു സന്തതിയായിരിക്കും നിനക്കുണ്ടായിരിക്കുക എന്ന് ദൈവം പറഞ്ഞിരുന്നു. അപ്പോൾ എബ്രഹാം ആലോചിച്ചു, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽപ്പുറത്തെ മണൽത്തരിയെ പോലെയും എനിക്ക് സന്തതികൾ ഉണ്ടാകാൻ പോകുന്നെങ്കിൽ അത് എവിടെയാണ്? അത് ഈ കനാൻ ദേശത്തിലല്ല. അത് മാത്രമല്ല, അവരെ എല്ലാം ഉൾക്കൊള്ളുന്നതായിട്ടുള്ള ഒരു വീട് എനിക്ക് ഒരുക്കുവാനായിട്ട് കഴിയുകയുമില്ല. എബ്രഹാം വീട് പണിതാൽ എത്ര പേരെ ഉൾക്കൊള്ളുവാനായിട്ട് കഴിയില്ല. അപ്പോൾ എബ്രഹാമിന്റെ ഹൃദയത്തിൽ അപ്പോഴാണ് ബുദ്ധി ഉദിച്ചത്, ഈ വാഗ്ദത്ത ദേശം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇതല്ല, ഈ കനാൻ ദേശമല്ല, ഇതിനപ്പുറം ഒരു വാഗ്ദത്തം
എനിക്ക് ദൈവം ഒരുക്കിയിട്ടുണ്ട്. ആ ദേശത്ത് മാത്രമേ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ സന്തതികളെ ഉൾക്കൊള്ളുവാനായിട്ട് കഴിയുള്ളൂ എന്ന് ചിന്തിച്ചതായിട്ട് അബ്രഹാം എന്ത് ചെയ്തു? വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ തൻ്റെ മക്കളോടൊപ്പം കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനങ്ങളുള്ളതായ നഗരത്തിനായിട്ട് കാത്തിരുന്നു. ദൈവം ശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനങ്ങളുള്ള നഗരത്തിൽ മാത്രമേ ഈ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയുള്ള സന്തതികളെ ഉൾക്കൊള്ളുവാനായിട്ട് കഴിയുള്ളൂ. അതുകൊണ്ട് യഥാർത്ഥ വാക്തത്വം എന്ന് പറയുന്നത് ഈ ലോകത്തിലല്ല, ഈ കനാൻ ദേശത്തിലല്ല എന്ന് എബ്രഹാം വിശ്വസിച്ചു. അതുകൊണ്ടാണ് താൻ അവിടെ ഒരു നമുക്കറിയാം, ദൂതന്മാര് എബ്രഹാമിനെ എതിരേറ്റ് ചെന്നപ്പോൾ എവിടെയാണ് ദൂതന്മാരെ ഇരുത്തി ഭക്ഷണം കൊടുത്തത്? ഒരു മരത്തിന്റെ തണലിൽ. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾക്കൊക്കെ വാഗ്ദത്തം ചെയ്തിരിക്കുന്നതായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് ഈ ലോകമല്ല. ഇവിടെ നമുക്ക് യാതൊരു വാഗ്ദത്തങ്ങളുമില്ല. പുതിയ നിയമത്തിൽ എവിടെയെങ്കിലും, പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തിന് വാഗ്ദത്ത ഭൂമിയായിട്ട് കനാൻ ദേശത്ത് കൊടുത്തു. അവരെ ഒരു സന്തതിയായി വളർത്തി കർത്താവിന്റെ വരവിന് വേണ്ടി ഒരു ജനതയെ വളർത്തുന്നതിന് വേണ്ടി ചില വാഗ്ദത്തങ്ങളൊക്കെ കൊടുത്തുവെങ്കിലും വാഗ്ദത്തം നേരിട്ട് പ്രാപിച്ചതായിട്ടുള്ള ഏബ്രഹാം പോലും വാഗ്ദത്ത ഭൂമി കനാൻ ദേശമല്ല എന്നുള്ളത് മനസ്സിലാക്കി ദൈവം തനിക്കായിട്ട് ഒരുക്കുന്ന ആ നഗരത്തിനായി കാത്തിരിക്കുകയാണ് ചെയ്തത്. പുതിയ നിയമത്തിൽ എവിടെയെങ്കിലും ഈ ലോകത്തിൽ എന്തെങ്കിലും ഒരു വാഗ്ദത്തം നമുക്ക് ദൈവം നൽകിയിട്ടുണ്ടോ? ഇല്ല, ഒന്നും നൽകിയിട്ടില്ല. ഇല്ലെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഈ ലോകത്തിൽ ദൈവം വാഗ്ദത്തം നൽകിയിട്ടുണ്ട്. എന്താണ്? ക്രിസ്തുയേശുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. ഇങ്ങനെ അനേക കഷ്ടങ്ങളിലൂടെ നാം ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടതാകുന്നു. ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉപദ്രവമുണ്ടാവും. ഇതെല്ലാം നമുക്ക് ഈ ലോകത്തിൽ തന്നിരിക്കുന്നതായുള്ള വാഗ്ദത്തമാണ്. പിന്നെ നമ്മുടെ ദൈനംദിന ജീവിതത്തെ കുറിച്ചൊക്കെ പറയുന്നത് അവന്റെ രാജ്യവും നീതിയും അന്വേഷിച്ചുകൊള്ളുക. പിന്നെ നിങ്ങളുടെ ഭക്ഷണത്തെക്കുറിച്ചോ നിങ്ങളുടെ വസ്ത്രത്തെക്കുറിച്ചോ നിങ്ങൾക്ക് കിടക്കാനുള്ള ഇടത്തെക്കുറിച്ചോ ഒന്നും നിങ്ങൾക്ക് ഭാരപ്പെടേണ്ടതായിട്ടുള്ള ആവശ്യമില്ല എന്നുള്ളതാണ് വാഗ്ദത്തം എന്ന് പറയുന്നത്. എന്നാൽ ശരിയായിട്ടുള്ള നമ്മുടെ വാഗ്ദത്തം ഇവിടെയല്ല. അത് ദൈവം ശില്പിയായി നിർമ്മിക്കുന്നതായിട്ടുള്ള ഒരു നഗരമാണ്. ഈ അധ്യായത്തിൻ്റെ തന്നെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മളത് വായിക്കുന്നുണ്ട്. അതുമാത്രമല്ല, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ ഞാൻ നിങ്ങൾക്ക് ഒരു സ്ഥലമൊരുക്കുവാനായിട്ട് പോകുന്നു, സ്ഥലമൊരുക്കിയതിന് ശേഷം ഞാൻ വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അപ്പോൾ നമുക്ക് വസിക്കുവാനായിട്ടുള്ള, നിത്യത ചെലവഴിക്കുവാനായിട്ടുള്ള ഒരു സ്ഥലം ആരൊരുക്കുന്നുണ്ട്? കർത്താവ് ഒരുക്കുന്നുണ്ട്. അത് ഒരുക്കിയതിന് ശേഷം വന്ന് നമ്മളെ ചേർക്കുമെന്നുള്ളതായിട്ടുള്ള വാഗ്ദത്തമാണ് നമുക്കുള്ളത്. ശരി, വീണ്ടും മോശയെക്കുറിച്ച്, തന്റെ വിശ്വാസത്തെക്കുറിച്ച് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 24 മുതലുള്ള വാക്യങ്ങളിൽ വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടു കൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. നമുക്കറിയാം, മോശ വളർന്നത് ഫറവോന്റെ കൊട്ടാരത്തിലാണ്, ഫറവോന്റെ പുത്രിയുടെ മകൻ എന്നുള്ള സ്ഥാനത്താണ്. അങ്ങനെ മോശ മുമ്പോട്ട് പോകുമ്പോൾ മോശയ്ക്കിനി കൈവരുവാൻ പോകുന്നതായിട്ടുള്ള സ്ഥാനം എന്ന് പറയുന്നത് ഒരു ഫറവോ എന്നുള്ള സ്ഥാനത്തേക്കാണ്. എന്നാൽ വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഈ ലോകത്തിലെ സ്ഥാനമാനങ്ങളെക്കാൾ, അല്ലെങ്കിൽ ഈ ലോകത്തില് ദൈവത്തെ വിട്ട് ജീവിച്ചാൽ നമുക്ക് ഏർപ്പെടാൻ പറ്റുന്നതായിട്ടുള്ള കാര്യങ്ങൾ എന്ന് മാത്രമേ അവിടെ അർത്ഥമുള്ളൂ. അതുകൊണ്ടാണ് പാപത്തിന്റെ തൽക്കാല ഭാവത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. പ്രിയമുള്ളവരെ, ദൈവജനത്തോടുകൂടി കഷ്ടം അനുഭവിക്കുവാൻ ഒരു തെരഞ്ഞെടുപ്പ് ആവശ്യമാണ്. ആ തെരഞ്ഞെടുപ്പ് നമ്മൾ എടുക്കേണ്ടതായിട്ട് ഒരു തെരഞ്ഞെടുപ്പാണ്. താൽക്കാലികമായിട്ടുള്ള ചില സുഖങ്ങളും സൗകര്യങ്ങളും ആഡംബരങ്ങളും ഒക്കെ ഈ ലോകത്തുണ്ട്. അതുകൊണ്ടാണ് പാപത്തിന്റെ തൽക്കാല ഭോഗം
എത്ര ആയുസ്സുണ്ട് ഈ ലോകത്തിൽ നമുക്ക്? ഈ ലോകത്തിൽ നമുക്കുള്ളതായിട്ടുള്ള ആയുസ് ഏറ്റവും കൂടിയാൽ 120 വർഷം ദൈവം വെച്ചിരിക്കുന്നതായിട്ടുള്ള പരിധി അതാണ്. അതിൽ തന്നെ സുബോധത്തോടു കൂടി സ്വാതന്ത്ര്യത്തോടു കൂടി ഒരുപക്ഷെ ജീവിക്കാൻ കഴിയുന്നത് എത്ര വയസ്സ് വരെയാണ്? 70 അല്ലെങ്കിൽ 80 വയസ്സ് വരെ ജീവിക്കാം. ഈ 10, 70, 80 വയസ്സ് വരെയുള്ള പാപത്തിന്റെ തൽക്കാലമായിട്ടുള്ള സൗകര്യത്തെക്കാൾ ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ ദൈവം വെച്ചിരിക്കുന്നതായിട്ടുള്ള നിത്യതയുടെ നന്മ അനുഭവിക്കുവാനായിട്ട് കഴിയുമെന്ന് വിചാരിച്ചതായിട്ടുള്ള മോശ അത് മതി എന്ന് തിരഞ്ഞെടുത്തു. തൽക്കാലം കുറച്ച് കഷ്ടം അനുഭവിക്കുന്നതാണ് തൽക്കാലത്തെ സുഖത്തേക്കാൾ നിത്യമായിട്ടുള്ള വിലയുള്ളത് എന്ന് ആര് ചിന്തിച്ചു? മോശ ചിന്തിച്ചു. വീണ്ടും പിന്നെ എന്താ പറയുന്നത്? പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും, ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്തെ ആ രാജ്യത്തെ ഏറ്റവും വലിയ ബഹുമതിയാണ്. കാരണം അന്നത്തെ ഫറവോ മരിച്ചു കഴിഞ്ഞാൽ അടുത്ത ഫറവോ ആയിട്ട് പോകാനിരിക്കുന്ന ആളാണ്. ഒരു സ്ഥാനാരോഹണം. പഴയ ഫറവോ എന്ന് നിലവിലുള്ള ഫറവോ മരിച്ചു കഴിഞ്ഞാൽ അടുത്ത ഫറവോയാകാൻ പോകുന്നതായിട്ടുള്ള കാര്യം. അതുകൊണ്ടാണ് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നതിന് നിരസിക്കുകയും മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം എന്ന് എണ്ണുകയും ചെയ്തു. മിസ്രൈമിലെ നിക്ഷേപങ്ങളെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? അന്ന് ലോകം അടക്കി ഭരിച്ചിരുന്നതായിട്ടുള്ള ആളുകളാണ് ഈജിപ്ഷ്യൻ ഭരണകർത്താക്കൾ അല്ലെങ്കിൽ ഫറവോമാർ എന്ന് പറയുന്നത്. അവര് ലോകത്ത് എല്ലായിടത്തും പോയി അവരെ കൊണ്ട് കഴിയുന്ന രാജ്യങ്ങളൊക്കെ കീഴടക്കി അവിടെയുള്ള എല്ലാ വിലയേറിയ വസ്തുക്കളും അവരെങ്ങോട്ട് കൊണ്ടുവരും? അവര് മിസ്രൈമിലേക്ക് കൊണ്ടുവരും. അങ്ങനെ ലോകത്തിന്റെ സമ്പത്ത് മുഴുവൻ കുമിഞ്ഞുകൂടിയിരിക്കുന്നതായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു മിസ്രൈം. ആ മിസ്രൈമിലെ നിക്ഷേപങ്ങൾ അത് സ്വന്തം കൈപ്പിടിയിലിരിക്കെ മോശ എന്ത് ചെയ്തു? അത് വേണ്ട എന്ന് വെച്ചു. എന്നിട്ട് എന്ത് തിരഞ്ഞെടുത്തു? ക്രിസ്തുവിന്റെ നിന്ന. അപ്പൊ ലോകത്തിന്റെ മുഴുവൻ സമ്പത്ത് എടുത്ത് ഒരു തുലാസിന്റെ ഒരു പടിയിൽ വെച്ചിട്ട് ക്രിസ്തുവിന്റെ നിന്ന എടുത്ത് തുലാസിന്റെ മറ്റേ പടിയിൽ വെച്ചപ്പോൾ അവിടെ എവിടെയാണ് മോശയ്ക്ക് ഭാരം അല്ലെങ്കിൽ വിലയുള്ളത് കണ്ടതെന്നറിയാമോ? ലോകത്തിലെ നിക്ഷേപങ്ങളിലല്ല, ക്രിസ്തുവിന്റെ നിന്നയിലാണ്. അല്ല എങ്കിൽ അവിടെ അന്ന് കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. ക്രിസ്തുവിന്റെ നിന്ന എന്നുള്ളത് അവിടെ ആലങ്കാരികമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നതാണ്. ദൈവത്തോടുകൂടെ ജീവിക്കുന്നതാണ്. അല്പമായി മിനിമം കാര്യങ്ങൾ കൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ജീവിക്കുന്നതാണ് ഈ വലിയ ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ സമ്പത്തും കൂടെ കുമിഞ്ഞുകൂടിയിരിക്കുന്നതായിട്ടുള്ള മിസ്രൈമിലെ സമ്പത്തിനേക്കാൾ വലുത് എന്ന് ആര് വിചാരിച്ചു? മോശ വിചാരിച്ചു. അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലേ, കർത്താവിന്റെ നാമത്തിന് വേണ്ടി കഷ്ടം അനുഭവിക്കുവാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചും കൊണ്ട് പുറപ്പെട്ടു പോയി. ജയിലിൽ പിടിച്ചിട്ടേ അടിയും ചവിട്ടും തൊഴിയും കുത്തും എല്ലാം മേടിച്ചു കഴിഞ്ഞപ്പം അവരെ വിട്ടയച്ചപ്പോൾ അവരെന്താ ചിന്തിച്ചേ? കർത്താവിന്റെ നാമത്തിന് വേണ്ടി കഷ്ടം അനുഭവിക്കുവാനായിട്ട് ഞങ്ങളെ യോഗ്യരായി കണക്കാക്കിയല്ലോ. അവർ സന്തോഷിച്ചു കൊണ്ടുപോയി. ക്രിസ്തുവിൻ്റെ നിന്നയുടെ വില എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ നമുക്കാർക്കും അത് മനസ്സിലാക്കുവാനായിട്ട് കഴിയില്ല. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് എന്താണെന്നറിയാമോ? ഈ ലോകത്തിലുള്ള നമ്മുടെ കയ്യിലുള്ളതോ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നതോ ആയിട്ടുള്ള ചില്ലറ സമ്പത്തൊക്കെയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ കാര്യമെന്നാണ്. അല്ലല്ല, അതൊന്നും ഒരു വിലയുമില്ല ദൈവസന്നിധിയിൽ. അതിന് യാതൊരു വിലയുമില്ല. മനുഷ്യരുടെ മുമ്പാകെ ശ്രേഷ്ഠമായത് യഹോവയുടെ മുമ്പാകെ അറപ്പത്രേ എന്നാണ് നമുക്ക് വചനത്തിൽ വായിക്കുവാനായിട്ട് കഴിയുന്നത്. ഈ ലോകത്തിൽ മനുഷ്യര് വലിയ വിലയേറിയതായിട്ട് ഗണിക്കുന്നതായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് നമുക്കറിയാം. വലിയ കൊട്ടാര സമ്മാനമായുള്ള വീടുകളും വലിയ വാഹനങ്ങളും അതല്ല എങ്കിൽ അതുപോലെയുള്ളതായ ഈ ലോകത്തിലെ ആഡംബര കാര്യങ്ങളൊക്കെ വളരെ വിലയേറിയതായിട്ട് ആളുകൾ ഗണിക്കുകയും അതിലൊക്കെ ആശ്രയിക്കുകയും അതിൽ സന്തോഷിക്കുകയും അതിനെക്കുറിച്ച് അഹങ്കരിച്ച് നടക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ലോകത്ത് കർത്താവ് അവരെ നോക്കിച്ച് പറയുകയാണ്,
ഇത്ര അല്ലെ, പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ചപ്പും ചവറുമായിരിക്കുന്ന ഈ ലോകത്തിലെ കാര്യങ്ങൾ, അല്ലെങ്കിൽ യഹോവയുടെ മുമ്പാകെ അറപ്പായിരിക്കുന്നതായിട്ടുള്ള ഈ കാര്യങ്ങളെക്കുറിച്ച് പ്രശംസിക്കുന്നതായിട്ടുള്ള ഒരു തലമുറയാണല്ലോ 20-ാം നൂറ്റാണ്ടിലെ അവസാനത്തിലും 21-ാം നൂറ്റാണ്ടിലും ഉള്ളത് എന്നോർത്ത് ദൈവം അവിടെ ദുഃഖിക്കുന്നുണ്ടാവും. അപ്പോൾ ക്രിസ്തുവിന്റെ നിന്ദയുടെ ബല എന്ന് പറയുന്നത് അത് ഈ മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ, എന്ന് വെച്ചാൽ മിസ്രൈം എന്ന് പറയുന്നത് നമുക്കവിടെ ഒരു ആലങ്കാരികമായിട്ട് എടുക്കാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ. എല്ലായിടത്തു നിന്നും പിടിച്ചിറക്കി കൊണ്ടുവന്ന് എല്ലാ സമ്പത്തും കുമിഞ്ഞുകൂടിയിരിക്കുന്നതായിട്ടുള്ള ഫറവോന്റെ കൊട്ടാരത്തിലോ അല്ലെങ്കിൽ ഈജിപ്തിലോ ഉള്ള മിസ്രൈമിലുള്ള എല്ലാ നിക്ഷേപങ്ങളെക്കാളും ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണുക എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഇത് എണ്ണാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് നമ്മെക്കുറിച്ച് ഒരു വിശ്വാസി എന്ന് പറയുവാനായിട്ട് കഴിയുള്ളൂ. പലപ്പോഴും ആളുകളെ വിശ്വാസികൾ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? എന്തുകൊണ്ടാ? എന്നോ ഒരിക്കൽ ആരോ ഒന്ന് സുവിശേഷം പറഞ്ഞപ്പോൾ ഏറ്റുപറഞ്ഞ് ഒന്ന് സ്വീകരിച്ച്, ഞാൻ യേശു ക്രിസ്തുവിനെ എൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നു എന്നൊരു വാക്ക് പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ വിശ്വാസിയാണ്. അല്ലല്ലല്ല, നിങ്ങൾ ഒരിക്കൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഏറ്റുപറഞ്ഞവനാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയുവാനായിട്ട് കഴിയും. അതല്ലാതെ വിശ്വാസി എന്ന് പറയുവാനായിട്ട് കഴിയില്ല. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് നമ്മൾ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും നമ്മൾ വായിക്കുന്നുണ്ട്. എബ്രാഹാമിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞു. ഗലാത്യലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്നതായിട്ടുള്ളൊരു കാര്യമാണ്. എബ്രായർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ തന്നെ ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയുന്ന അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങൾ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കിക്കൊള്ളുവിൻ. അപ്പോൾ നാം വിശ്വാസിയാണ് എന്ന് പറയുമ്പോൾ തന്നെ ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയത്തക്ക രീതിയിൽ അവിശ്വാസമുള്ള ഒരു ദുഷ്ടഹൃദയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ടുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് അത് നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷത്തെയും ബാധിക്കുന്നതായിട്ടുള്ളൊരു കാര്യമാണ്. അതല്ലാതെ അതെന്തെങ്കിലും ഒന്ന് ഏറ്റുപറഞ്ഞ ഒരു കാര്യത്തെ സംബന്ധിക്കുന്നതല്ല. ആ ഏറ്റുപറഞ്ഞതായുള്ള വിശ്വാസം അത് അവസാനത്തോളം, ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നിങ്ങൾ ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യം ഏറ്റുപറഞ്ഞതായിട്ടുള്ള വിശ്വാസം അതൊരു യാഥാർത്ഥ്യമായിട്ടുള്ള വിശ്വാസമാണ് എങ്കിൽ ആ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊള്ളുവാനായിട്ടുള്ള ഉത്തരവാദിത്വമാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ക്രിസ്തുവിലുള്ള പങ്കാളിത്തം നമുക്ക് ലഭിക്കുന്നത്. അതല്ലെങ്കിൽ ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയുന്നതായിട്ടുള്ള ഒരു അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നമ്മളിൽ ഉണ്ടാകുവാനും ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയുവാനുമുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ മോശ മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്നെണ്ണി. പ്രിയമുള്ളവരെ, ഈ നമുക്ക് മിസ്രൈമിലെ നിക്ഷേപം പോലെയുള്ള നിക്ഷേപങ്ങളൊന്നും നമുക്കിവിടെ ഇല്ല. എന്നാൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഉള്ളതിലും ഇല്ലതിലും ഇല്ലാത്തതിലും ആഗ്രഹിക്കുന്നതിലും ഒക്കെ അപ്പുറമായി മൂല്യമുള്ളത് ക്രിസ്തുവിന്റെ നിന്നയാണ്, ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുന്നതാണ് എന്ന് ചിന്തിക്കുവാനായിട്ട് നമുക്ക് കഴിയുമോ? എങ്കിൽ നാം വിശ്വാസികളാണ്. നമ്മുടെ വിശ്വാസം പ്രവൃത്തികളിലൂടെ വെളിപ്പെടുന്നത് അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ്. ശരി, വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കുകയാൽ രാജാവിന്റെ കോപം ഭയപ്പെടാതെ മിസ്രയീം വിട്ടുപോന്നു. ദൈവം അദൃശ്യനാണ്, ദൈവം ആത്മാവാണ്. ആരും ദൈവത്തെ തന്റെ മഹത്വത്തിൽ ആർക്കും കാണാൻ കഴിയില്ല, അല്ലേ? ആർക്കും ഒരിക്കലും കണ്ടിട്ടില്ലാത്തവനും ആർക്കും കാണാൻ കഴിയാത്തവനും എന്നാണ് ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മോശ ദൈവത്തെ കണ്ടിട്ടില്ല, ദൈവത്തിന്റെ ശബ്ദമൊക്കെ മോശ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഫറവോ എന്ന് പറയുന്ന അന്നത്തെ ലോകത്തിന്റെ ഏറ്റവും ശക്തനായിട്ടുള്ള മനുഷ്യൻ, ഫറവോയേക്കാൾ ശക്തനായിട്ടുള്ള മനുഷ്യൻ അന്ന് ലോകത്തില്ല. ആ മനുഷ്യന്റെ അടുക്കിലേക്ക് ചെന്നേച്ചാണ് മോശ ഒരു വടിയും കൈ പിടിച്ചുകൊണ്ടാ പോകുന്നത്, അല്ലേ? എന്താ ഉള്ളേ? ഒരു വടിയുണ്ട്. എന്താ പോയി പറയുന്നത്? ഫറവോന് ഇഷ്ടമുള്ള കാര്യമാണോ? അല്ല. മോശ എന്തുകൊണ്ടാണ് ആ ഫറവോയുടെ മുമ്പിലേക്ക് ഒരു ഊന്നുവടിയുമായിട്ട് അല്ലെങ്കിൽ കേവലം ഒരു വടിയുമായിട്ട് പോകാനായിട്ടുള്ള കാരണമെന്നറിയാമോ? അദൃശ്യനായ ദൈവത്തെ താൻ കണ്ടു എന്നുള്ള നിലയിലുള്ള ആ
വിശ്വാസമാണ്. അതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റാത്തതായിട്ടുള്ള, എൻ്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തവനായിട്ടുള്ള, എന്നാൽ വിശ്വാസത്തിൻ്റെ കണ്ണുകളാൽ കാണാൻ കഴിയുന്നവനായിട്ടുള്ള ദൈവത്തെ വിശ്വസിച്ചപ്പോൾ ഫറവോ എന്നും മോശയുടെ മുമ്പിൽ ആരുമായിരുന്നില്ല. ഇന്നൊരു പീറ പോലീസ് പിടിച്ച് വിരട്ടിയാൽ വിശ്വാസം വിട്ടെറിഞ്ഞേച്ച് പോകുന്നതായിട്ടുള്ള ആളുകളാണ് ഇന്ന് ക്രിസ്തീയ ലോകത്ത് ഉള്ളത്. ഫറവോനെ പോലും അവർ ഭയപ്പെടില്ല. പ്രിയമുള്ളവരെ, വിശ്വാസത്തിൻ്റെ പരിശോധനയുടെ കാലഘട്ടം നമ്മുടെ മുമ്പിൽ ആസന്നമായിക്കൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും പേടിപ്പിച്ചാൽ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കുവാൻ കഴിയുന്ന ഒരാൾക്ക് മാത്രമേ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ കഴിയുകയുള്ളൂ. ഞാൻ വിചാരിക്കുന്നു, മോശയുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി, ലോകത്തിൽ ഒരു മനുഷ്യനും കാണിക്കാത്തതായിട്ടുള്ള ധൈര്യം. എന്താണ് കാരണം എന്നറിയാമോ? നമ്മുടെ ജീവിതത്തിൽ നാം കാണുന്ന ഏത് പ്രതിസന്ധിയുടെയും മുമ്പിൽ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നുവെങ്കിൽ നാം വിശ്വാസികളാണ്. അല്ല, എന്തെങ്കിലും ഒരു ചെറിയ കാര്യം വരുമ്പോഴത്തേക്കും അയ്യോ ഇതിങ്ങനെയൊക്കെ ആയി പോയോ എന്നുള്ളതായിട്ടുള്ള ഒരു ഭയം ആണ് നമ്മളെ നിയന്ത്രിക്കുന്നതെങ്കിൽ നമ്മൾ വിശ്വാസികൾ നമ്മളെക്കുറിച്ച് വിളിക്കുവാനായിട്ട് കഴിയുകയില്ല. മോശ നിന്നതുപോലെ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ തന്നെ ഏത് പ്രതിസന്ധികളിലും നാം ഉറച്ചു നിൽക്കേണ്ടതായിട്ടുള്ളൊരു ആവശ്യമുണ്ട്. എന്നിട്ട് രാജാവിൻ്റെ കോപം ഭയപ്പെട്ടില്ല. രാജാവ് കോപിച്ചാൽ ഒരു നിമിഷം രാജാവിൻ്റെ ചുറ്റും നിൽക്കുന്ന നല്ല പരിചാരകരുടെ വാളൊന്ന് വീശിയാൽ, ആ വാളിൻ്റെ തുമ്പൊന്ന് കൊണ്ടാൽ മതി, ആ മനുഷ്യന്റെ മോശയുടെ ശരീരം 2 കഷ്ണം അല്ലെങ്കിൽ അതിലേറെ കഷ്ണമായിട്ട് തീരുമായിരുന്നു. പക്ഷെ രാജാവിനെ ഭയപ്പെട്ടില്ല. എന്താണ്? വിശ്വാസം. അതുപോലെ വിശ്വസിച്ചതായിട്ടുള്ള വേറെ 3 പേരെ കുറിച്ച് നമുക്ക് ദാനിയേലിന്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ടല്ലേ. എന്തായിരുന്നു അവരുടെ വിശ്വാസം? ആ എരിയുന്ന ചൂളയിലേക്ക് കൊണ്ടിടാൻ പോവുകയാണ്. അവരെന്താ പറഞ്ഞേ? ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കാൻ കഴിയും. ഇനി വിടുവിച്ചില്ലെങ്കിലും രാജാവ് നിർത്തിയിരിക്കുന്നതായിട്ടുള്ള ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കുകയില്ല. അപ്പൊ അവരുടെ വിശ്വാസത്തിന്റെ തലം ഏത് അവസ്ഥയിലായിരുന്നു? ദൈവത്തിന് കഴിയും. അവരും അദൃശ്യ ദൈവത്തെ അവർക്കും അറിയാം. അവർ കണ്ടതുപോലെ തന്നെ അവർ ഉറച്ചു നിൽക്കുന്നു. ഇനി ആ ദൈവം ഞങ്ങളെ വിടുവിക്കുന്നില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങളെ ഈ എരിയുന്ന തീയിലേക്ക് കൊണ്ടുപോയിടും. അവിടെ അവസാനിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യം അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. കാരണം അവരും ഇവിടെ ഈ ലേഖനത്തിൽ അത് എഴുതിയിട്ടില്ലെങ്കിലും അവരും ഒരു കാര്യം അവരുടെ മനസ്സിലുണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? ഇത് കഴിഞ്ഞാൽ ആ തീയിലേക്ക് വീണു, അല്ലെ? തീയിലേക്ക് ഇവരെ കൊണ്ടുപോയ ആളുകൾ പോലും മരിച്ചുപോയി. അപ്പോൾ ആ തീയിൽ കൊണ്ട് ഇടാനായിട്ടൊന്നും അത് വളരെ ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. ഒരു നിമിഷം കത്തിച്ചാമ്പലായി, അടുത്ത നിമിഷം അവര് ദൈവസന്നിധിയിലാണ്, അല്ലെങ്കിൽ അവർക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന അടിസ്ഥാനങ്ങളുള്ള, ദൈവം അടിസ്ഥാനമിട്ട് ശില്പിയായി നിർമ്മിച്ച നഗരത്തിലേക്കാണ് അവർ പ്രവേശിക്കുന്നത് എന്നുള്ള വാക്തത്വമുള്ളത് കൊണ്ടാണ് അവർ എന്തിനു തയ്യാറായത്? അവര് മരിക്കാൻ തയ്യാറായത്. ഞങ്ങളെ ഒന്ന് വിടുവിക്കണമേ, ഞങ്ങളെ ഒന്ന് രക്ഷിക്കണമേ എന്ന് വല്ലതും അവര് പറഞ്ഞോ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. ഇവിടെ അല്ലെങ്കിൽ മറ്റൊരിടത്ത് ഞങ്ങൾ ദൈവത്തോടു കൂടെ, ഇവിടെയാണെങ്കിലും ദൈവത്തോടു കൂടെ, ഇനി മരിച്ചാലും ദൈവത്തോടു കൂടെ എന്നുള്ളതായിട്ടുള്ള ഒരു വിശ്വാസമാണ് യഥാർത്ഥത്തിൽ അവരെ നിലനിർത്തിയത്. ശരി, വീണ്ടും എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തില് വീണ്ടും നമുക്ക് ചില ആളുകളെ കുറിച്ച് കാണുവാനായിട്ട് കഴിയും. 32 മുതലുള്ള വാക്യങ്ങളിൽ ഇനി എന്തു പറയേണ്ടു? ഗിദ്യോൻ, ബാരാഖ്, ശിംശോൻ, ഇഫ്താഖ്, ദാവീദ് എന്നിവരെയും ശമൂവേൽ മുതലായ പ്രവാചകന്മാരെയും കുറിച്ച് വിവരിപ്പാൻ സമയം പോരാ. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി, നീതി നടത്തി, വാക്തത്വം പ്രാപിച്ചു, സിംഹങ്ങളുടെ വായടച്ചു, തീയുടെ ബലം കെടുത്തു.
വാളിന്റെ വായ്ക്ക് തെറ്റി ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു, സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി, മറ്റു ചിലർ. അപ്പോൾ ഇവിടെ ജയിച്ചവരായിട്ടുള്ള, വിശ്വാസത്താൽ ജയിച്ചവരായിട്ടുള്ള കുറെ ആളുകളുടെ പട്ടിക നിരത്തുകയാണ്. അപ്പൊ വിശ്വാസത്തിൻ്റെതായിട്ടുള്ള വിവിധ പ്രവൃത്തികളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. എങ്ങോട്ടെന്നറിയാതെ വിശ്വാസത്തിന്റെ പ്രവൃത്തിയായി ഇറങ്ങി പുറപ്പെട്ടതും, അതുപോലെ തന്നെ വാഗ്ദത്ത ദേശത്ത് ഇതല്ല യഥാർത്ഥത്തിലുള്ള വാഗ്ദത്ത ദേശം, ഇതൊരു തയ്യാറെടുപ്പിന്റെ ദേശം മാത്രമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏബ്രഹാമൊക്കെ ഒരു കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായിട്ടുള്ള നഗരത്തിനായി കാത്തിരുന്നു എന്ന് നമ്മൾ കണ്ടു. അത് വിശ്വാസത്തിന്റെ ഒരു പ്രവൃത്തിയാണ്. അതുപോലെ തന്നെ നോഹയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും ആക്ഷേപിക്കുമ്പോഴും എല്ലാവരും നിന്ദിക്കുമ്പോഴും താൻ തൻ്റെ ആ പണി ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മോശയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മോശയുടെ വിശ്വാസം ഏത് കഷ്ടം സഹിക്കാനും, അല്ലെങ്കിൽ കഷ്ടം സഹിക്കുന്നത്, ദൈവ ജനത്തോടു കൂടെ നിന്ന് സഹിക്കുന്നത് വലിയ ധനമാണെന്നും, രാജാവിൻ്റെ കോപം ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്നുമല്ലെന്നും, ഈ ലോകത്തിലെ നിക്ഷേപങ്ങളൊന്നും അതൊന്നുമല്ലെന്നും അവർക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. എന്നാൽ വിശ്വാസത്താൽ വളരെയേറെ വീര്യപ്രവൃത്തികൾ ചെയ്തതായിട്ടുള്ള ഒരു പറ്റം ആളുകളുടെ ലിസ്റ്റാണ് നമ്മൾ വായിച്ചത്. എന്നിട്ട് 35-ാമത്തെ വാക്യം മുതൽ പിന്നെ മറ്റു ചിലർ, അപ്പൊ ചിലരെ കുറിച്ച് അവിടെ പറഞ്ഞു, അതിനുശേഷം മറ്റു ചിലരെ കുറിച്ച് പറയുകയാണ്. മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു. അവരെന്താണ്? ഏറ്റവും നല്ലൊരു ഉയർപ്പ് എനിക്ക് കിട്ടണം എന്ന് വെച്ചാൽ, ദൈവരാജ്യത്തിലേക്ക് എല്ലാ മനുഷ്യരും ഉയർത്തെഴുന്നേൽക്കുമ്പോൾ സകല മനുഷ്യരെയും ആ തേജസ്സിന്റെ സിംഹാസനത്തിൽ കൂട്ടിവരുത്തുമ്പോൾ എനിക്ക് എവിടെ ആയിരിക്കണം? വലത്ത് ഭാഗത്തായിരിക്കണം. അതിനെന്ത് ചെയ്തു? ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ, അതായത് ഒരു നല്ല വിജയമല്ല അവർക്ക് ലഭിച്ചത്. ഉദാഹരണം കൈക്കൊള്ളാതെ എന്ന് പറഞ്ഞാൽ വിജയിക്കാതെ. എന്ത് ഏറ്റു? ഭേദ്യമേറ്റു. ടോർച്ചേർഡ്, പീഡിപ്പിക്കപ്പെട്ടു. വിശ്വാസത്തിനു വേണ്ടി പീഡിപ്പിക്കപ്പെട്ടു. ഉദാഹരണങ്ങൾ പറയുകയാണ്. വേറെ ചിലർ പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ് ഇവയാലുള്ള പരീക്ഷ അനുഭവിച്ചു. കല്ലേറേറ്റു, ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു. ജലയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു. ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു. കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്നു വലഞ്ഞു. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. എന്തെല്ലാം സഹിച്ചു വിശ്വാസത്തിന്റെ പേരിൽ. പ്രിയമുള്ളവരെ, വിശ്വസിക്കുന്ന ആളുകൾക്ക് ഈ ലോകത്തിൽ ദൈവം തൻ്റെ പരിപാടി നിവൃത്തിയാക്കേണ്ടതിന് വേണ്ടി ചിലപ്പോൾ ചില വിജയങ്ങളൊക്കെ കൊടുക്കും. പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തെ തന്നെ എടുത്തു കഴിഞ്ഞാൽ, പൗലോസ് അപ്പോസ്തലൻ കർത്താവിൻ്റെ തൻ്റെ ശുശ്രൂഷ പൂർത്തിയാക്കി കർത്താവിനോട് ചേരുന്നതുവരെ പൗലോസിനെ കൊല്ലാനായിട്ട് ഒത്തിരി ആളുകൾ ശ്രമിച്ചു, ഇല്ലേ? തുടക്കം മുതൽ ശ്രമിച്ചു. വല്ലതും വിജയിച്ചോ? ഇല്ല. ദൈവം തൻ്റെ ശുശ്രൂഷ നിവർത്തിക്കാനായിട്ട് ചിലർക്ക് ആയുസ് നീട്ടിക്കൊടുത്തു. പൗലോസ് അപ്പോസ്തലൻ രക്തസാക്ഷിയായി എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും നമുക്ക് ഭയങ്കര വിഷമം തോന്നും, ഇല്ലേ? അപ്പോസ്തലന്മാരൊക്കെ യോഹന്നാൻ ഒഴികെ എല്ലാവരും കൊല്ലപ്പെടുകയാണ് ചെയ്തത്. ശരിക്കും ഞാനിങ്ങനെ ആലോചിക്കും, ഒരു രോഗമൊക്കെ പിടിച്ച് എഴുന്നേക്കാൻ വയ്യാതെ, ഒന്നിനും പറ്റാതെ, പരസഹായത്തോടുകൂടി, ഇനി ഇന്നത്തെ കാലത്ത് പണ്ട് ICU ഒന്നുമില്ലായിരുന്നു, ഇപ്പം ആശുപത്രിയിലും ICUവിലും വെന്റിലേറ്ററിലും ഒക്കെ കിടന്ന് നരകിച്ച് മരിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ആ കഴുത്തങ്ങ് വെട്ടുവോ അല്ലെങ്കിൽ ഒരു വെടിവെക്കുവോ അങ്ങനെയൊക്കെ ചെയ്തല്ലേ? ആണോ? അതാണ്
അത് അങ്ങനെ ഭയപ്പെടേണ്ടതായിട്ടുള്ള ഒരു കാര്യമൊന്നും ആണ് എന്ന് എനിക്കിപ്പോൾ തോന്നുന്നില്ല. പക്ഷെ നമ്മൾ ചിന്തിക്കുമ്പം കർത്താവിന് വേണ്ടിയൊക്കെ അവരൊത്തിരി സഹിച്ചു. ഞാൻ വിചാരിക്കുന്നു കർത്താവിന് വേണ്ടി മരിക്കുന്നത് വളരെ എളുപ്പമാണ്, കർത്താവിന് വേണ്ടി ജീവിക്കുന്നത് പ്രയാസമാണ്. കാരണം കർത്താവിന് വേണ്ടി നാം ജീവിക്കുന്നുണ്ടല്ലോ, ഓരോ ദിവസവും നമ്മൾ മരിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. ഓരോ ദിവസവും മരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ഇഷ്ടങ്ങളോടും മരിച്ച് ആ കുരിശെടുത്ത്, അല്ലേ, നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ വേണ്ടാന്ന് വയ്ക്കുമ്പോൾ നമ്മൾ നമ്മളെ കുരിശ് എടുത്ത് നമ്മുടെ കയ്യിൽ വെച്ചുകൊണ്ട് നമ്മളങ്ങ് പോവുകയാണ്. അപ്പോൾ തൻ്റെ ക്രൂശുമെടുത്ത് എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. കർത്താവിന് വേണ്ടി മരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു കാര്യമാണ്. കർത്താവിന് വേണ്ടി മരിക്കുന്നതിന്, കർത്താവിന് വേണ്ടി ഒരു ദിവസം ജീവിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് കർത്താവിന് വേണ്ടി മരിക്കാൻ. ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ? കർത്താവിന് വേണ്ടി ഒരു ദിവസം ജീവിക്കുന്നതിനേക്കാൾ എത്രയോ എളുപ്പമാണ് കർത്താവിന് വേണ്ടി മരിക്കാൻ. അവിടെ കർത്താവിന് വേണ്ടി മരിക്കുന്നതിനെ കുറിച്ച് ആരും ഭയപ്പെടേണ്ട. അതൊരു നഷ്ടമല്ല, അതൊരു കഷ്ടമല്ല, അതൊരു നിരാശപ്പെടേണ്ടതായിട്ടുള്ള കാര്യമല്ല, അത് ഒരു പ്രൊമോഷനാണ്. എന്നാൽ കർത്താവിന് വേണ്ടി ജീവിക്കുന്നത് വളരെ പ്രയാസകരമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ പ്രയാസം എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇഷ്ടത്തെ എത്രത്തോളം നമുക്ക് ത്യജിക്കാനായിട്ട് സാധിക്കുന്നുവോ അത്രത്തോളം അത് എളുപ്പവുമാണ്. കർത്താവ് നമുക്ക് പിതാവിൻ്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് കർത്താവ് ഈ ലോകത്ത് ജീവിച്ചു. കർത്താവ് വളരെ കഷ്ടപ്പെട്ടാണ് പിതാവിനെ അനുസരിച്ച് ജീവിച്ചതെന്ന് പറയാൻ പറ്റുമോ? എൻ്റെ ഇഷ്ടങ്ങളെല്ലാം കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ക്രിസ്ത്യ ജീവിതം വളരെ എളുപ്പമാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രമാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെങ്കിൽ അത് എളുപ്പമാണ്. എപ്പോഴാണ് ഈ പോരാട്ടം എപ്പോഴാണെന്നറിയാവോ? എൻ്റെ ഇഷ്ടവും ദൈവത്തിൻ്റെ ഇഷ്ടവും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് വരും, ഒരു പ്രശ്നം വരും. എപ്പോഴും നമ്മുടെ ജഡത്തിൽ നിന്നും നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി ഉള്ള ഒരു മുറവിളിയും ഒക്കെ ആയിരിക്കും എപ്പോഴും ഉയർന്നു വരിക. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം ഇന്നതാണെന്ന് ദൈവാത്മാവ് നമ്മളോട് പറഞ്ഞ് നമ്മളെ ധരിപ്പിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തി ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാനായിട്ടുള്ള ശക്തിയും നമുക്ക് പ്രദാനം ചെയ്യും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ചെയ്യേണ്ടത് ദൈവേഷ്ടത്തിന് വേണ്ടി നിൽക്കുക എന്നുള്ളതാണ്. എന്നാൽ പലപ്പോഴും മനുഷ്യർ എന്താ ചെയ്യാന്നറിയാവോ? സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കും. ഇന്നത്തെ ലോകത്തിലെ ക്രിസ്ത്യാനികളുടെ ക്രിസ്ത്യ ജീവിതത്തിൽ നിന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം ദൈവേഷ്ടം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലെ തുടർമാനമായിട്ടുള്ളൊരു പ്രക്രിയയായിട്ട് ഒരിക്കലും പരിഗണിച്ചിട്ടില്ല. ദൈവേഷ്ടം എന്ന് പറഞ്ഞാൽ സഭായോഗത്തിന് പോവുക, ബൈബിൾ വായിക്കുക, പ്രാർത്ഥിക്കുക, ഈ 2-3-4 കാര്യങ്ങൾക്കുള്ളിൽ അവരുടെ ജീവിതത്തെ സംബന്ധിക്കുന്നതായിട്ടുള്ള ദൈവേഷ്ടം അവര് ഒതുക്കി വെച്ചിരിക്കുകയാണ്. അതിന് വലിയ പ്രയാസമൊന്നുമില്ല. ഞായറാഴ്ച ഒന്ന് പോയി സഭായോഗത്തിന് പോയി ഒരു 2-3 മണിക്കൂർ ഇരുന്നിട്ട് പോരുന്നതിൽ വലിയ പ്രയാസമുള്ള കാര്യമല്ല. രാവിലെ എഴുന്നേറ്റ് കുറച്ച് പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ കുറച്ച് നേരം ബൈബിൾ വായി, ഇതൊന്നും ഒരു പ്രയാസമുള്ള കാര്യമേ അല്ല. പ്രയാസമുള്ള കാര്യം ഈ വായനയും ഈ സഭായും ഒക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പം നമ്മുടെ മുമ്പിൽ വരുന്നതായിട്ടുള്ള ആ പരീക്ഷയുടെ സമയത്ത് നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് എന്നെ സംബന്ധിക്കുന്ന ദൈവേഷ്ടം ഈ സമയത്ത് ഇന്നതാണ്, ഞാൻ അതേ ചെയ്യൂ എന്ന് ചിന്തിക്കുന്നതാണ് ഏറ്റവും പ്രയാസമുള്ള കാര്യം. പ്രയാസമല്ല, കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക്, കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് അതൊരു പ്രയാസമല്ല. എന്നാൽ സ്വസ്നേഹികൾക്ക്, ഈ ലോകത്തെ സ്നേഹിക്കുന്നവർക്ക്, ജഡത്തെ സ്നേഹിക്കുന്നവർക്ക് അത് വളരെ പ്രയാസമാണ്. ശരി, വീണ്ടും ഇതേ കാര്യം തന്നെയാണ് പത്രോസ് താൻ ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 4 മുതലുള്ള വാക്യങ്ങളിൽ അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും. അപ്പോൾ അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക്, അപ്പോൾ രക്ഷിക്കപ്പെട്ടവരാണ് പറയുന്നത്, വിശ്വാസികളോടാണ് പറയുന്നത്. എന്താ പറയുന്നത്? അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന ഒരു രക്ഷയുണ്ട്. അവിടെ നിങ്ങളെല്ലാവരും രക്ഷിക്കപ്പെട്ടവരായതുകൊണ്ട് ഇനി ഒരു കുഴപ്പവുമില്ല, നിങ്ങളുടെ സൗകര്യം പോലെയൊക്കെ അങ്ങ് ജീവിച്ചോ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. മറിച്ച് അന്ത്യകാലത്തിൽ നിങ്ങൾക്ക് വെളിപ്പെടുവാനിരിക്കുന്ന ഒരു രക്ഷയ്ക്കുണ്ട്. ആ രക്ഷയ്ക്ക് എന്താണ് ആധാരം എന്ന് പറയുന്നുണ്ട്.
വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി. അപ്പോൾ അവിടെ നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് ആണ് അവിടെയും വിഷയം എന്ന് പറയുന്നത്. വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന, നമ്മളെ കാക്കുന്നത് ആരാ? ദൈവത്തിൻ്റെ ശക്തിയാണ്. എന്നാൽ നമ്മുടെ ഭാഗത്തുള്ളത് എന്താണ്? വിശ്വാസമാണ്. കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും. ഇത് തന്നെയാണ് അബ്രാഹാമും കണ്ടത്. അതല്ല എങ്കിൽ ശദ്രക്, മേശക്, അബേദ്നെഗോ അവരും കണ്ടത് അത് തന്നെയാണ്. ഇവിടെ ഒന്നുമല്ല, സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിന് തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അപ്പൊ പുതിയ നിയമ വിശ്വാസികളോട് പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നിങ്ങൾക്കൊരു അവകാശമുണ്ട്. അത് എവിടെയാ? സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതാ, ഭൂമിയിലല്ല. അല്ലേ? ഭൂമിയിലാണോ? വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് തന്നെ സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു അവകാശത്തിന് വേണ്ടിയിട്ടാണ്. അവിടെ എന്തില്ല? ക്ഷയമില്ല, മാലിന്യമില്ല, വാട്ടമില്ല, അങ്ങനെ യാതൊന്നുമില്ല. അവിടേക്ക് ഉള്ള പോക്കിനെയാണ് അന്ത്യകാലത്തിൽ വെളിപ്പെടുവാനിരിക്കുന്ന രക്ഷ എന്ന് പറയുന്നത്. അതിന് മനുഷ്യന്റെ ഭാഗത്തു നിന്നുള്ള വിശ്വാസവും നമ്മളിൽ ആ വിശ്വാസം വ്യാപരിക്കുമ്പോൾ പിന്നെ നമ്മളെ കാക്കുന്നത് ദൈവത്തിൻ്റെ ശക്തിയാണ്. നാം വിശ്വസിക്കാൻ തയ്യാറില്ല എങ്കിൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുവാനായിട്ടുള്ള കഴിയുകയില്ല. അതാണ് അതിൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ ബാലൻസ്ഡ് ആയിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. ഈ കഴിഞ്ഞ 2 ആഴ്ച എനിക്ക് വളരെ സന്തോഷമുള്ള 2 ആഴ്ചയായിരുന്നു. പ്രത്യേകിച്ച് നമ്മളിവിടെ ദൈവവചനം പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള കാര്യത്തെ കേരളത്തിലെ പ്രബലരായ ചില ദൈവദാസന്മാർ അവരുടെ പഴയ നിലപാടുകളെ മാറ്റി പുതിയ നിലപാടുകളൊക്കെ എടുത്തത് ഞാൻ ശ്രദ്ധിച്ചു. ഞാനത് അച്ചുവിന് അയച്ചു കൊടുത്തിരുന്നു. വായിച്ചോ? ഫുള്ള് വായിച്ചില്ല. ഇന്നത്തെ ലോകത്തിലെ വളരെ പേരുകേട്ടതായിട്ടുള്ള ചില സഭകളുടെ വിശ്വാസം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് ജോൺ കാൽവിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി കൊണ്ടുവന്നതായിട്ടുള്ള കുറച്ച് അന്ധവിശ്വാസങ്ങളുടെ പുറത്താണ്. എന്നാൽ അവർ ജോൺ കാൽവിൻ ആരാണെന്നും ജോൺ കാൽവിൻ്റെ എല്ലാ ഉപദേശങ്ങളും എന്താണെന്നും ആ വിശ്വാസം എന്ന് പറയുന്നത് ഒരു ഹെരസി എന്താ മലയാളം? അതൊരിക്കലും അയാളുടെ ഉപദേശം സഭയിൽ ഒരിക്കലും പഠിപ്പിക്കാൻ പാടില്ല, അതുമായിട്ടോ അങ്ങനത്തെ വിഷയങ്ങളുമായിട്ട് നമുക്കൊരു ബന്ധവും പാടില്ല എന്ന് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിലപാടെടുത്തുകൊണ്ട് അവർ ഇന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഭൂരിപക്ഷം വരുന്നതായിട്ടുള്ള സഭകളിൽ വിശ്വസിച്ച് പോരുന്നതായിട്ടുള്ള വിശ്വാസങ്ങൾ അങ്ങനെ തന്നെ മാറ്റിമറിച്ചുകൊണ്ട് ദൈവവചനത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവാണ് ഞാനവിടെ കണ്ടത്. അത് എനിക്ക് വളരെ സന്തോഷമായി. കാരണം നമ്മൾ ചിന്തിക്കുന്നതായിട്ടുള്ള നിലയിൽ പഴയ ചിന്താഗതികൾ വിട്ടുകളഞ്ഞുകൊണ്ട് പുതിയതിലേക്ക് വരുവാനായിട്ട് ആളുകൾ തയ്യാറാകുന്നുണ്ട്. ജോൺസൺ സി ഫിലിപ്പ് എന്ന് പറയുന്നതായിട്ടുള്ള ബ്രദറൻ സഭയിലെ ഒരു പേരുകേട്ട പണ്ഡിതനും വാഗ്മിയുമായിട്ടുള്ള ഒരാളാണ്. പിന്നെ ഒരു ഡോക്ടർ സനീഷ് ചെറിയൻ, 2 പേരാണ് അതിന് മുൻകൈ എടുത്തത്. അവരത് ഫേസ്ബുക്കിൽ കേട്ടിട്ടുണ്ട്. അവർക്കെതിരെ ഒത്തിരി ആരോപണങ്ങളും ആക്രമണങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് ശരി തന്നെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നുണ്ട്, നമുക്കത് തരണം. അത് തരാനായിട്ട് നമ്മൾ അവിടെ എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളുടെ ഭാഗത്ത് വിശ്വാസത്തെ കൈവിടാതിരിക്കണം. വിശ്വാസം നമ്മളിൽ ഉള്ളിടത്തോളം കാലം ദൈവശക്തിയിലാണ് നമ്മളുടെ ജീവിതം. ആ ദൈവശക്തിയിലാണ് മോശ വിശ്വസിച്ചതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും പ്രബലനായിട്ടുള്ള മനുഷ്യന്റെ മുമ്പിൽ പോലും യാതൊരു ചൂഴലും സംശയവും യാതൊരു വിറയലുമില്ലാതെ നിന്നതുപോലെ ആ വിശ്വാസം നമ്മളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും ശക്തനായിട്ടുള്ള മനുഷ്യന്റെ മുമ്പിൽ പോലും ഒരു അശേഷം ഭയപ്പെടാതെ നമുക്ക് നിൽക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ നമ്മളെ വലിയവരാക്കാനല്ല. ലോകത്തിലെ കാര്യങ്ങളെക്കുറിച്ച് കർത്താവ് തന്നെ പറഞ്ഞത് യഹോവയുടെ മുമ്പാകെ അറപ്പാണ് ഈ ലോകത്തിലെ എല്ലാ വലിയ കാര്യങ്ങളും എന്നാണ്. പിന്നെ അതിൽ
6-ാം വാക്യം, പത്രോസ് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന് 6-ാം വാക്യം, അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. അതിലിപ്പോൾ നിങ്ങൾ അല്പനേരത്തേക്ക്. അപ്പോൾ ഈ ലോകത്തിലെ ജീവിതത്തെക്കുറിച്ച് ഇവിടെ പത്രോസ് എഴുതുന്നത് എന്താ? നിങ്ങൾ അല്പനേരത്തേക്ക്, അല്ലേ? ഈ ലോകത്തിലെ ജീവിതം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്പനേരമുള്ളൂ. നിത്യതയുമായിട്ട് താരതമ്യം ചെയ്യുമ്പം കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായത്തിൽ നൊടി നേരത്തേക്കുള്ള നിങ്ങളുടെ ലഘുവായ കഷ്ടം. ഈ ലഘുവായ കഷ്ടം എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചാണെന്നറിയാവോ? തല കൊയ്യുന്നതിനെ കുറിച്ചും ഈർച്ചവാളാൽ അറക്കപ്പെടുന്നതിനെ കുറിച്ചും മൃഗങ്ങളുടെ തോൽ ധരിക്കുന്നതിനെ കുറിച്ചും ചമ്മട്ടി കൊണ്ടുള്ള അടി, ഇതിനെയൊക്കെയാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? ലഘുവായ കഷ്ടം എന്ന് പറഞ്ഞിരിക്കുന്നത്. നിത്യനാശത്തിൽ, നിത്യനരകത്തിൽ അനുഭവിക്കുന്നതായിട്ടുള്ള കഷ്ടങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നുമല്ല. നിത്യതയിലുള്ള ജീവനെ കുറിച്ച് ഓർക്കുമ്പോൾ, ആ നിത്യതയെ ഓർക്കുമ്പോൾ ഈ 120 വർഷം എന്ന് പറയുന്നത് ഒന്നുമല്ലാത്തതുപോലെ നിത്യതയിലുള്ള കഷ്ടങ്ങളെ കുറിച്ച് ഓർത്താൽ, ദൈവത്തിൽ നിന്ന് വേർപെട്ടു പോയി നിത്യ നരകത്തിലെ കഷ്ടങ്ങളെ കുറിച്ച് ഓർത്താൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ ഒന്നുമല്ല. അത് അല്പനേരത്തേക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും, പ്രിയമുള്ളവരെ, ഇതാണ് നമുക്കുള്ളത്. പരീക്ഷകളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും ഉള്ള ഒരു വിടുതൽ അല്ല. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ട്, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. കാരണം നാം ജീവിക്കുന്നത് പിശാചിനാൽ ഭരിക്കപ്പെടുന്ന, നിയന്ത്രിക്കപ്പെടുന്ന ഒരു ലോകത്താണ്. കർത്താവിനെ പരീക്ഷിച്ചപ്പോൾ പിശാച് കർത്താവിന് വാഗ്ദത്തം ചെയ്തത് എന്താ? ഈ ലോകവും ഇതിൻ്റെ സകല മഹിമയും ഞാൻ നിനക്ക് നൽകാം, ഒന്ന് വീണെന്നെ നമസ്കരിച്ചാൽ മതി. അപ്പോൾ കർത്താവ് ഈ ലോകമൊന്നും നിന്റെ കീഴിലല്ല എന്നൊന്നും പറഞ്ഞില്ല, അല്ലേ? പിശാചിനാൽ നിയന്ത്രിക്കപ്പെടുന്നതായിട്ടുള്ള ലോകമാണ്. എന്നാൽ ദൈവമക്കളെ ദൈവം പ്രത്യേകമാൽ തൻ്റെ പരിശുദ്ധാത്മാവിനാൽ കാക്കപ്പെടുന്ന ഒരു ലോകവുമാണ് ഈ ലോകം എന്നുള്ളത് നാം മനസ്സിലാക്കണം. അപ്പോൾ ഈ ലോകത്തിൽ നിങ്ങൾക്ക് ധാരാളം സമൃദ്ധി തരാം, അല്ലെങ്കിൽ ഈ ലോകം മുഴുവൻ നിനക്ക് തരാമെന്ന് കർത്താവിനോട് പറഞ്ഞ അതേ പിശാച് ഇന്ന് പല പ്രാസംഗികരിലൂടെയും ദൈവജനത്തോട് പറയുന്നത് എന്താണെന്നറിയാമോ? ഈ ലോകത്തിലെ എല്ലാ മഹത്വങ്ങളും നിങ്ങൾക്ക് തരാമെന്ന. അത് കേട്ടു പോകുന്ന ആളുകൾ മുഴുവൻ പിശാച് എന്ത് പറഞ്ഞോ അതിന് തത്തുല്യമായിട്ടുള്ള ഓഫറുകളാണ് നടത്തുന്നത്. അതിൻ്റെ കൂടെ പോകുന്നതായിട്ടുള്ള എല്ലാ ആളുകളും നിത്യനാശത്തിലേക്കാണ് പോകുന്നത് എന്നുകൂടി ഈ സമയത്ത് ഓർമ്മിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ, ഒരു പരീക്ഷയാണോ? ഒരു വിധത്തിലുള്ള പരീക്ഷയാണോ? അല്ല, നാനാ പരീക്ഷകളാൽ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതം ഈ ലോകത്തിലുള്ളത് അത് ഒരു വിധത്തിലല്ല, നാനാവിധത്തിലുള്ളതായിട്ടുള്ള പരീക്ഷകളാൽ കലുഷിതമായിട്ടുള്ള ഒരു ജീവിതമാണ്. അങ്ങനെയുള്ള ഒരു ജീവിതത്തിൽ പോലും നിലനിൽക്കുവാനായിട്ടും ധൈര്യത്തോടെ നിൽക്കുവാനായിട്ടും നമ്മെ സഹായിക്കുന്നതായിട്ടുള്ള ഏക ശക്തി എന്ന് പറയുന്നത് ദൈവത്തിന്റെ ശക്തിയാണ്. അത് വ്യാപരിക്കുന്നത് വിശ്വസിക്കുന്നവരിലാണ്. വിശ്വാസത്താൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി. ഈ ലോകം നമുക്കുള്ളതല്ല. നമുക്കുള്ളതാണെങ്കിൽ കർത്താവ് പറയുമായിരുന്നു, ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ഈ ലോകത്തിൽ ചില ക്രമീകരണങ്ങളൊക്കെ വരുത്തി നിങ്ങളെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകുന്നല്ല, ഇവിടെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ശരിയാക്കി തരാമെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ ഭവനം ഇവിടെയല്ല, നിങ്ങളുടെ വീട് ഇവിടെയല്ല, നിങ്ങൾ നോക്കിയിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ ലക്ഷ്യം വെക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അത് നിത്യത വേറെയാണ്. പുതിയ ആകാശവും പുതിയ ഭൂമിയും പുതിയ യെരൂശലേം അല്ല, നിത്യമായ സ്വർഗത്തിൽ തൻ്റെ മക്കളോട് ഒരുമിച്ച് പിതാവ് വാസം ചെയ്യുന്നതായിട്ടുള്ളൊരു കാലം. ഈ ലോകത്തിൽ ഒരു പരീക്ഷയെ നേരിടുമ്പോൾ നമ്മൾ ഭയപ്പെടുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, ഈ ലോകം ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്നതല്ല, പിശാചിനാൽ നിയന്ത്രിക്കപ്പെടുന്നതായതുകൊണ്ട് നമ്മളിലേക്ക് അനേകം സംശയങ്ങളും പ്രശ്നങ്ങളും നിരാശകളും കടത്തിവിട്ട് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുവാൻ, ദൈവത്തോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളാക്കി കളയുവാനായിട്ട് ശ്രമിക്കുന്നതായിട്ടുള്ള ശക്തിയുണ്ട്. നമ്മൾ ഒരിക്കലും അതിന് വിധേയപ്പെടുവാനായിട്ട് പാടുള്ളതല്ല. ശരി, നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. ഞാനിതിനു മുമ്പ് ഒരുപക്ഷെ ബൈബിൾ ക്ലാസ്സിൽ സൂചിപ്പിച്ചിട്ടുണ്ട്, ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. അപ്പോൾ ദുഃഖവും ആനന്ദവും ഒരേ സമയത്ത് ഉള്ളതായിട്ടുള്ള ഒരു ജീവിതമാണ് ഈ ലോകത്തിലെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ദുഃഖിച്ചിരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? നാനാവിധമായിട്ടുള്ള പരീക്ഷകളിലൂടെ നാം കടന്നു പോകുമ്പോൾ
അതൊക്കെ ദുഃഖമാണ്. വേർപാട് ദുഃഖമാണ്, ദാരിദ്ര്യം ദുഃഖമാണ്, അതുപോലെ തന്നെ ഒറ്റപ്പെടുത്തലുകൾ ദുഃഖമാണ്, പീഡനങ്ങൾ ദുഃഖമാണ്. നമുക്കിട്ട് ആരെങ്കിലും ഒരു ചാട്ടവാർ വെച്ച് 4 അടി അടിക്കുമ്പം നമുക്ക് ചിരിക്കാൻ പറ്റുമോ? നമ്മൾ അറിയാതെ കരയും, ഇല്ലേ? അറിയാതെ കരയും. അത് കരഞ്ഞു കഴിഞ്ഞ് ആ വേദന കുറഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് പറയും? ക്രിസ്തുയേശുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം സഹിപ്പാൻ കൂടെ വരം നൽകിയിരിക്കിയാൽ സന്തോഷം. അതാണ് എന്ന് പറയുന്നത്. ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. ദുഃഖവും ആനന്ദവും ഒരേ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഒരു വേർപാടിന്റെ സമയത്ത് ദുഃഖിക്കരുതെന്ന് പറയുവാനായിട്ട് കഴിയുമോ? ഇല്ല. അതൊരു ദുഃഖം, അത് സ്വാഭാവികമായിട്ട് ദുഃഖമുണ്ട്, അല്ലേ? നമ്മുടെ കല്ലറയ്ക്കൽ, ലാസറിന്റെ കല്ലറയ്ക്കൽ കർത്താവ് എന്താ ചെയ്തേ? കണ്ണുനീർ വാർത്തു. ദുഃഖിച്ചോ? ദുഃഖം എന്തിനെ കുറിച്ചാണ് എന്നുള്ളതല്ല, കർത്താവ് ദുഃഖിച്ചോ? ആ ഒരു സന്ദർഭത്തില് ദുഃഖിച്ചു, ദുഃഖമുണ്ട്. എന്നാൽ ദുഃഖത്തിൽ ജീവിക്കുവാനായിട്ടല്ല, നിരാശയിൽ ജീവിക്കുവാനായിട്ടല്ല, വേദനയിൽ ജീവിക്കുവാനായിട്ടല്ല. നാം നിത്യതയിലേക്ക് നോക്കുമ്പോൾ സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായിട്ടുള്ള ഒരു അവകാശത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ആനന്ദമാണ്. അതിനുശേഷം 7-ാം വാക്യത്തിൽ, അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത്. അപ്പോൾ ഈ നാനാ പരീക്ഷകളെ കുറിച്ച് പറയുന്നത് എന്താണെന്നറിയോ? വിശ്വാസത്തിന്റെ പരിശോധന. വിശ്വാസത്തിന്റെ പരിശോധന അത് എന്താണ്? വിലയേറിയതാണ്. വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതാണെന്ന് എപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുക? എപ്പോഴാ? തുടർന്ന് നമ്മൾ വായിക്കുന്നുണ്ട്, വിലയേറിയത് എന്ന് യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. പുകഴ്ചയും മാനവും തേജസ്സും ഒക്കെ പ്രിയമുള്ളവരെ ഇവിടെ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി പരീക്ഷകൾ സഹിക്കുന്നതായിട്ടുള്ള ആളുകൾക്ക് ദൈവം വെച്ചിട്ടുണ്ട്. പക്ഷെ അത് മനസ്സിലാക്കുന്ന, അത് നമുക്ക് നേരിട്ട് അനുഭവിക്കുവാൻ കഴിയുന്നതായിട്ടുള്ള ഒരു ദിവസം എന്ന് പറയുന്നത് കർത്താവിൻ്റെ വരവെങ്കിലാണ്. ഇപ്പോൾ നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുക. പൊന്നിനേക്കാൾ, അല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത്. അതായത് ഈ ലോകത്തിലെ എല്ലാ സുഖസൗകര്യങ്ങളെക്കാളും ധനത്തെക്കാളും നിങ്ങൾക്ക് വിലയേറിയതായിട്ട് നിങ്ങൾ ഒരിക്കൽ മനസ്സിലാക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധനയാണ്. അതല്ല എങ്കിൽ നിങ്ങൾ കടന്നു പോകുന്നതായിട്ടുള്ള നാനാവിധ പരീക്ഷകളാണ്. അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. ഇപ്പോൾ കാണാതെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. ഇപ്പോൾ കാണാതെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ. ശ്രദ്ധിക്കണം, വിശ്വാസത്തിന്റെ അന്തമായ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അതിൻ്റെ അവസാനമായ ആത്മരക്ഷ. രക്ഷിക്കപ്പെട്ടു, വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടു എന്ന് നാം പറയുമ്പോൾ തന്നെ ആ വിശ്വാസം അതങ്ങനെ തന്നെ മുമ്പോട്ട് പോയി അതിൻ്റെ ഒരന്ത്യത്തിലുണ്ട് നമ്മുടെ ആത്മരക്ഷ. വിശ്വാസത്തിൻ്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. അപ്പോൾ കാണാതെ വിശ്വസിച്ചുകൊണ്ട് ഈ കഷ്ടങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും നാനാവിധമായിട്ടുള്ള പരീക്ഷകൾ, ഒന്ന് തന്നെ പലപ്പോഴും ഒരു പരീക്ഷ വരുമ്പോൾ തന്നെ നമുക്ക് എന്ത് ദുഃഖമാണല്ലേ. അപ്പോൾ നാനാ പരീക്ഷകൾ വന്നു കഴിയുമ്പോഴോ ദുഃഖത്തിന്മേൽ ദുഃഖം അല്ല, ആ സമയത്ത് ഒരു ദുഃഖം നമുക്കുണ്ടാകും. എന്നാൽ അത് കഴിയുമ്പോൾ നമുക്ക് സന്തോഷമായിരിക്കണം. പറഞ്ഞു തീരാത്ത മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. എന്തോർക്കുമ്പോഴാണ് പ്രിയമുള്ളവരെ? അങ്ങോട്ട് നോക്കുമ്പോഴാണ്. ഈ ലോകത്തിലേക്ക് നോക്കിയാൽ ഒന്നുമില്ല. ഇവിടെ യാതൊന്നും നമുക്കില്ല. ഇവിടെ എന്തെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും അതൊന്നും ശാശ്വതവുമല്ല. അങ്ങോട്ട് പോകുമ്പോൾ ആരും ഒന്നും കൊണ്ടുപോവുകയുമില്ല. ഇതൊക്കെ ഇവിടെ ചെലവാക്കാനും ഇവിടെ ഉപയോഗിക്കാനുമുള്ള കാര്യങ്ങളാണ്.
നിത്യതയിൽ പ്രയോജനമുള്ളതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇവിടെ ചെയ്താൽ അത് അവിടെ ചെല്ലുമ്പോൾ കാണും. അത്രയേ ഉള്ളൂ. ദൈവം നമ്മെ സഹായിക്കട്ടെ. വിശ്വാസം, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് പറയുമ്പോൾ വിശ്വാസം നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലെയും ഒരു അനുഭവമായിട്ട് മാറണം. മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ എത്രയോ അത്ഭുത പ്രവൃത്തികളിലൂടെയാണ് ദൈവം പിടിവിച്ച് കനാൻ ദേശത്തേക്ക് കൊണ്ടുവന്നത്. പക്ഷെ അവർ വഴിയിൽ വെച്ച് നിസ്സാരങ്ങളായിട്ടുള്ള, അവർക്ക് ദാഹിച്ചു, വെള്ളം കിട്ടിയില്ല, അവർക്ക് വിശന്നു, ഭക്ഷണം കിട്ടിയില്ല, അല്ലെങ്കിൽ ഭക്ഷണം അവർക്ക് ഉദ്ദേശിച്ച ഭക്ഷണം കിട്ടിയില്ല, അല്ലെങ്കിൽ അവരാരേക്കോ കണ്ട് ഭയപ്പെട്ടു. അന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയവനായിട്ടുള്ള ഫറവോനെയും ഫറവോന്റെ സൈന്യത്തെയും ദൈവം തോൽപ്പിച്ചതിനെ, പ്രിയമുള്ളവരെ, അവർ കനാൻ ദേശത്ത് വന്നപ്പോൾ അവിടെ കുറച്ച് മല്ലന്മാരുണ്ടായെന്ന് പറഞ്ഞിട്ട് ഇവർ ഭയപ്പെട്ടു. അവർ ഭയപ്പെട്ടപ്പോൾ എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നറിയാമോ? അവരുടെ വിശ്വാസം, ദൈവത്തെങ്കിലുള്ള വിശ്വാസം പോയി. ചെങ്കടലിനെ പിളർന്ന് ഉണങ്ങിയ നിലത്തുകൂടി എന്ന പോലെ കൊണ്ടുവന്നതായിട്ടുള്ള, നടന്നു പോകുന്നതായിട്ടുള്ള ഇസ്രായേൽ ജനം ഒരു വെള്ളത്തിന് ദാഹിച്ചപ്പോൾ അവർ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്നതിന് പകരം അവരെന്ത് ചെയ്തു? പിറുപിറുത്തു. അവരുടെ വിശ്വാസം പോയി. പ്രിയമുള്ളവരെ, വിശ്വാസമാണെല്ലാം. പഴയ നിയമകാലത്തും പുതിയ നിയമകാലത്തും ദൈവത്തിൻ്റെ ഭക്തന്മാർ ഈ അദൃശ്യനായിട്ടുള്ള ദൈവത്തെ നേരിൽ കണ്ടു എന്നുള്ളതുപോലെ ഉറച്ചു നിന്ന് ഒന്നിനെയും ഭയപ്പെടാതെയും എല്ലാറ്റിനെയും അതിജീവിക്കുകയും, അല്ല വേണ്ടി വന്നാൽ മരിക്കാൻ വരെ തയ്യാറാകുകയും ചെയ്തതായിട്ടുള്ള, എത്ര കഷ്ടവും സഹിക്കുവാൻ തയ്യാറായതായിട്ടുള്ളതായ ആ വിശ്വാസമാണ് ദൈവത്തിൽ നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ടത്. നമുക്ക് വഴി ഇട്ട് കളഞ്ഞു പോകുവാനായിട്ടുള്ളൊരു വിശ്വാസമല്ല. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഇട്ടുകളഞ്ഞു പോകുന്നൊരു വിശ്വാസമല്ല. കഷ്ടം സഹിക്കുന്നത് സന്തോഷമായിട്ടും, നാനാവിധ പരീക്ഷകൾ വരുമ്പോഴും അവിടെയും അല്പനേരത്തേക്ക് ദുഃഖിച്ചാലും സന്തോഷിക്കുവാൻ കഴിയുന്നതായിട്ടുള്ള ഒരു വിശ്വാസത്തിൻ്റെ ഉടമകളായിട്ട് നമുക്ക് തീരാം. സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം.